الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ച പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ആവുന്നത്ര ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ വാരിപ്പുണർന്ന് അവ പരമാവധി നടപ്പിലാക്കാൻ പരിശ്രമിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ജീവിതം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഏറ്റവും വിലയേറിയ അവസരവും അനുഗ്രഹവുമാണ്. ഇതൊരു അമാനത്താണ്. ഈ അമാനത്ത് പരിപൂർണമായി നിർവഹിക്കുന്നവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദിയോടുകൂടി അവരെ സ്മരിക്കുകയും അവർക്ക് അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ അമാനത്തിനെ അതിൻ്റെ അർഹമായ പ്രാധാന്യത്തോടും ഗൗരവത്തോടും കൂടി സ്വീകരിക്കാതെ അത് അവഗണിക്കുന്ന ആളുകളെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ലലൂം ജഹൂൽ എന്ന വിശേഷണത്തിലാണ്. അവർ അതിക്രമകാരികളാണ്, അവർ അജ്ഞരാണ് എന്നാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിവേകികളായി വിജ്ഞരായി അള്ളാഹു നിർദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ച് പരമാവധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു അതിന് നമുക്ക് അനുഗ്രഹം നൽകി തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു അവൻ്റെ അരികിലേക്ക് അടുക്കുവാൻ വേണ്ടി നമുക്ക് ഓരോരോ അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ചില പ്രത്യേക മാസങ്ങളിലുണ്ട്, ആഴ്ചകളിലുണ്ട്, ദിവസങ്ങളിലുണ്ട്, സമയങ്ങളിലുണ്ട്. അത് പ്രത്യേക സ്ഥലങ്ങളിൽ വെച്ച് അനുഷ്ഠിച്ചാൽ പ്രാധാന്യമുള്ളവയൊക്കെയുണ്ട്. ഇന്നത്തെ ഈ ദിവസം യൗമുൽ ജുമുഅയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഖൈറു യൗമിൻ തുലിഅത് ഫീഹി ശംസ് എന്നാണ്. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹീതമായ ദിവസമാണ് വെള്ളിയാഴ്ച എന്നാണ്. അതേപോലെ തന്നെ മാസങ്ങളെക്കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയിടത്ത് 12 മാസങ്ങളിൽ മിൻഹ അർബഅത്തുൻ ഹുറും, 4 അതിൽ പവിത്രമായ മാസമാണ് എന്നെടുത്തു പറയുന്നുണ്ട്. അതിൽ സലാസുൽ മുത്തവാലിയാത്ത് 3 മാസങ്ങൾ തുടരെയുള്ളവയാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. മറ്റൊന്ന് കുറച്ച് അകലെയുള്ളതാണ് റജബ് മാസം.
ഇതെല്ലാം പവിത്ര മാസമായി വിശുദ്ധ ഖുർആൻ എണ്ണിയിട്ടുള്ള മാസമാണ്. ദുൽഹജ്ജ് മാസത്തിൻ്റെ ആരംഭത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ മാസത്തിലെ സൽക്കർമ്മങ്ങളെക്കുറിച്ച് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. മാ മിൻ യൗമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ദുൽഹജ്ജ് 10 ഈ ദിവസങ്ങളിൽ വിശ്വാസികൾ അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും. ഈ അനുഗ്രഹീത ദിവസങ്ങൾ നമ്മൾ ചെയ്യുന്ന സ്വാലിഹാത്തുകളായ അമലുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയും അതിന് അർഹമായ പ്രതിഫലങ്ങൾ നമുക്ക് നൽകി അവൻ അനുഗ്രഹിക്കുകയും ചെയ്യും എന്ന് ഹദീസുകളിൽ വിശദീകരിക്കുന്നുണ്ട്. ഇതിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞിടത്ത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ഇസ്ലാമിലെ സുപ്രധാന അനുഷ്ഠാന കർമ്മങ്ങളായ നമസ്കാരം, നോമ്പ്, സ്വതക്ക, ഹജ്ജ് പോലെയുള്ള ഈ സുപ്രധാന ആരാധനാ കർമ്മങ്ങളുടെ സമഞ്ജസമായ സമ്മേളനം സാധ്യമാകുന്ന ദിവസങ്ങളാണ് ഇതൊക്കെ എന്നാണ്. ഹജ്ജ് ദുൽഹജ്ജ് മാസത്തിലേ ഉണ്ടാകും. മറ്റാരാധനാ കർമ്മങ്ങളൊക്കെ മറ്റ് മാസങ്ങളിലൊക്കെ ഉണ്ടാകാവുന്നതും നിർവഹിക്കാവുന്നതുമാണ്. ഇത് 5ഉം ഒരുമിച്ച് കൂടുന്നു എന്നത് ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കൊക്കെ മനഃപ്പാടമുള്ള വിശുദ്ധ ഖുർആനിലെ ഒരു സൂറയാണ് സൂറ അൽ ഫജ്ർ, പ്രഭാതം എന്ന ഈ അധ്യായം തുടങ്ങുന്നത് വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ എന്നിങ്ങനെയാണ്. വൽ ഫജ്ർ പ്രഭാതം തന്നെയാണ് സത്യം, വലയാലിൻ അശ്ർ 10 രാവുകൾ തന്നെയാണ് സത്യം. ഈ രാവുകളെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാവുകൾ അത് പരിശുദ്ധ റമളാനിൻ്റെ അവസാനത്തെ 10 രാവുകളാണെന്നാണ്. വിശുദ്ധ ഖുർആനിൻ്റെ തന്നെ സൂക്തങ്ങളിലൂടെ ഒരു സൂറ തന്നെ അവതരിച്ചുകൊണ്ട് ആ 10 ശ്രേഷ്ഠമായ ഒരു രാവിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എണ്ണി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകലുകൾ അത് ദുൽഹജ്ജ് മാസത്തിലെ ഈ ആദ്യത്തെ 10 പകലുകളാണ് എന്നും അതിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. വശഫ് ഇരട്ട തന്നെയാണ് സത്യം. ഷഫ് എന്നതിന് വിശദീകരണം കൊടുത്തിട്ടുള്ളത് അത് ദുൽഹജ്ജ് 10 യൗമുൻ നഹർ ബലിദിനമാണെന്നാണ്. വൽ വത്ർ ഒറ്റ തന്നെയാണ് സത്യം. ഒറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹജ്ജ് 9 അറഫാ ദിനമാണ് എന്നൊക്കെ അതിന് വിശദീകരണം നൽകിയത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ വിശ്വാസികളായ നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല അവസരങ്ങളെ അള്ളാഹു നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ഇതിലൂടെയൊക്കെ ചെയ്യുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ അഅ്മാലു സ്വാലിഹാത്തുകളിൽ നമസ്കാരം, ഖുർആൻ പാരായണം, ദിക്റുകൾ, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ തുടങ്ങിയ ദിക്റുകൾ. അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്ന വിശുദ്ധ ഖുർആനിൻ്റെ പരാമർശത്തെ വിശദീകരിച്ചുകൊണ്ട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വമാ ഹുന്നൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു യാ റസൂലല്ലാഹ്, എന്നെന്നും അവശേഷിക്കുന്ന സുഹൃതങ്ങൾ എന്താണ് എന്ന് പറഞ്ഞപ്പോൾ ഈ എണ്ണി പറഞ്ഞ ദിക്റുകളെയാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ദിക്റുകൾ അത് ആവർത്തിച്ച് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിനെ അള്ളാഹുവുമായി ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്ന പുണ്യകർമ്മങ്ങളാണ്. നമ്മളോട് ധാരാളമായി എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹു ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദിക്റാണ്. മറ്റതൊക്കെ വളരെ കുറച്ച് ചെയ്താൽ മതി എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനുദ്കുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. സത്യവിശ്വാസികളെ, നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കണം, അവനെ മറക്കരുത്, അവനെ സ്മരിച്ചുകൊണ്ടേയിരിക്കണം എന്നതാണ്. പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രത്യേകമായി അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കണമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. പിന്നെ റസൂൽ ധാരാളമായി നമ്മളോട് ഓർക്കാൻ പറഞ്ഞത് എന്താണെന്നോ, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. ഈ ദുനിയാവിൻ്റെ എല്ലാ സുഖങ്ങളും, ഇവിടുത്തെ സുഖാഡംബരങ്ങളും സുഖലോലുപതകളുമൊക്കെ തകർന്നു പോകുന്ന ഒരൊറ്റ നിമിഷമുണ്ട്. അത് നമ്മുടെ ഈ ദുനിയാവിലുള്ള വേർപാടാണ്, മരണമാണ്.
മരണത്തെക്കുറിച്ചുള്ള ചിന്തയും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, മരണചിന്ത, അത് നമ്മൾ അണിഞ്ഞ പാദരക്ഷയേക്കാൾ നമ്മോട് സമീപസ്ഥമാണ് എന്ന കാര്യം നമ്മൾ മറന്നു പോകാതിരിക്കാൻ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അഅ്മാലു സ്വാലിഹാത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ ഖുർആനിലൂടെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ പരലോകത്തിന് വേണ്ടി, നമ്മുടെ മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഈ ദുനിയാവിൽ നിന്ന് എന്തെല്ലാം പുണ്യങ്ങൾ നമുക്ക് ചെയ്യാനാവുന്നുവോ അതെല്ലാം ഈ അഅ്മാലു സ്വാലിഹാത്ത്, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് പുറമെ ഒരുപാട് പുണ്യകർമ്മങ്ങൾ, ഈ 10 ദിവസത്തിൽ വെറും നോമ്പ് നോറ്റ് മാത്രം അത് പരിമിതപ്പെടുത്തേണ്ടതില്ല, അല്ലെങ്കിൽ ആരാധനാകർമ്മങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തേണ്ടതില്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്, വ ഇബ്രാഹിം അല്ലദീ വഫ, തൻ്റെ മുഴുവൻ കടമകളും നിറവേറ്റിയ ഒരു പ്രവാചകനായിരുന്നു എന്നാണ്. അപ്പോൾ സൽക്കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എന്ന നിലക്ക്, ഒരു വിശ്വാസി എന്ന നിലക്ക് ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ എന്തെന്തൊക്കെ കടമകൾ ആരോടൊക്കെ നമുക്ക് നിർവഹിക്കാനുണ്ടോ അതൊക്കെ നിർവഹിക്കുന്നത് സൽക്കർമ്മങ്ങളായിത്തീരുമെന്നാണ്. കാരണം നമ്മൾ ചെയ്ത കർമ്മങ്ങളെ നമ്മുടെ കൂടെ പോരൂ. വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, ഒരു മനുഷ്യനും മറ്റൊരാളുടെ പാപഭാരം ചുമക്കേണ്ട ഗതികേടുണ്ടാവുകയില്ല. ഓരോരുത്തരും ചെയ്ത പാപം അവൻ തന്നെ ചുമക്കേണ്ടി വരും. അതേപോലെ തന്നെ വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഓരോ വ്യക്തികൾക്കും അവർ ചെയ്തതിൻ്റെ പ്രതിഫലമേ ഉണ്ടാകൂ. മറ്റാൾ ചെയ്തത് നമുക്ക് കിട്ടണമെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. അങ്ങനെ ആഗ്രഹിച്ചാലും അത് കിട്ടുന്ന പ്രശ്നവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞെടുത്ത് ഇബ്രാഹിം അല്ലദീ വഫ, തൻ്റെ എല്ലാ ബാധ്യതകളും പരിപൂർണമായി കൃത്യമായി നിർവഹിച്ച ഒരു പ്രവാചകൻ എന്ന് പറയുന്നുണ്ട്. ആരോടൊക്കെയുള്ള ബാധ്യതകളാണ് അദ്ദേഹം നിർവഹിച്ചത്? ഒന്നാമതായി തൻ്റെ റബ്ബിനോടുള്ള ബാധ്യത തന്നെ. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, നീ നിന്റെ ജീവിതം എനിക്ക് സമർപ്പിക്കൂ ഇബ്രാഹിമേ എന്ന് പറഞ്ഞപ്പോൾ, റബ്ബേ ഞാനിതാ അത് നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു, തന്നിരിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, ജീവിതത്തിലൂടെ അതെല്ലാം നിറവേറ്റിയ, അതാണ് വഫ, പരിപൂർണമായി അത് നിറവേറ്റിയ ഒരു പ്രവാചകൻ എന്നാണ്. നമുക്കും അഅ്മാലു സ്വാലിഹാത്തുകളിലൂടെ ഈ കടമകളൊക്കെ നിറവേറ്റാനും നിർവഹിക്കാനും കഴിയേണ്ടതുണ്ട് സഹോദരങ്ങളെ. പിന്നീട് ആരുടെ? റബ്ബിനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളോടുള്ള കടമകൾ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അത് നിർവഹിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ് വിഗ്രഹാരാധകനായിരുന്നു, വിഗ്രഹ ശില്പിയായിരുന്നു, അതിൻ്റെ കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹം ഒരു വിഗ്രഹാരാധനാലയത്തിലെ അവിടുത്തെ പൂജാരിയായിരുന്നു. അങ്ങനെയുള്ള പിതാവിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, യാ അബതി ലിമ തഅബുദു മാ ലാ തസ്മഉ വലാ തുബ്സിറു, കേൾക്കാത്ത കാണാത്ത, നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യാൻ കഴിയാത്ത, ഒരു ഉപദ്രവവും നിങ്ങളിൽ നിന്ന് തടുക്കാൻ കഴിയാത്ത ഇവറ്റയൊക്കെ എന്തിനാണ് നിങ്ങൾ പൂജിക്കുന്നത്, ആരാധിക്കുന്നത് എന്ന് ചോദിച്ച് ആദ്യം ഏകദൈവ വിശ്വാസത്തിലേക്ക് അദ്ദേഹം തൻ്റെ പിതാവിനെ ക്ഷണിച്ചത് ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ തൻ്റെ ഭാര്യയോടും മക്കളോടും ഒക്കെയുള്ള കടമകൾ അദ്ദേഹം കൃത്യമായി നിർവഹിച്ചു. മക്കളോടും ഭാര്യമാരോടും ഒക്കെയുള്ള കടമകൾ നിർവഹിക്കുക എന്നത് അഅ്മാലു സ്വാലിഹാത്തുകളിൽ വളരെ ശ്രേഷ്ഠമായതാണെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. സ്വന്തം ഭരണാധികാരിയോടുള്ള കടമ, നാട്ടുകാരോടുള്ള കടമ, ഭരണാധികാരിയെ ഭയപ്പെടാതെ അദ്ദേഹത്തിന്റെ രാജകൊട്ടാരത്തിലേക്ക് കയറിച്ചെന്ന് അദ്ദേഹവുമായി സംവാദം നടത്തുന്ന കാര്യം വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നു. നാട്ടുകാരോടുള്ള കടമ പ്രബോധനത്തിലൂടെ നിർവഹിക്കുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. താൻ ജീവിക്കുന്ന പ്രകൃതിയോട്, താൻ ജീവിച്ച ജീവിത പരിസരത്തോടുള്ള കടമകൾ അദ്ദേഹം നിർവഹിക്കുന്നുണ്ട്. ഫലഭൂയിഷ്ടമായ ഫലസ്തീനിലെ കൃഷിഭൂമിയെ കൃഷിയോഗ്യമാക്കി, അങ്ങനെ കൃഷിക്കാരുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടാവുന്ന ഒരു പ്രവാചകനായിട്ടാണ് ചരിത്രത്തിലൂടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രകൃതിയോടുള്ള ബാധ്യതകൾ,
നമ്മൾ ജീവിക്കുന്ന ഭൂമിയോടുള്ള ബാധ്യതകൾ, ഭൂമിയെ വെറുതെ ഇടാൻ പാടില്ല എന്നാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഭൂമി കൃഷിയോഗ്യമാക്കി വെക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും കടമയാണെന്നാണ്. തങ്ങളുടെ വീടുകളിൽ അനുഗ്രഹീതമായ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ അത് കൃഷിക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് എന്ന് വരെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടുന്ന് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ഇദാ ഖാമത്തിസ് സ്വലാ ഇദാ ഖാമത്തിസ് സാഅ, ഇപ്പോൾ അന്ത്യദിനം സംഭവിക്കുകയാണ് എന്ന് വിചാരിക്കുക. വഫീ യദി അഹദികും ഫസീല, ആ സന്ദർഭത്തിൽ നിങ്ങളുടെ കയ്യിൽ ഒരു തയ്യാണ് ഉള്ളത് എങ്കിൽ ഫൽയഗ്രിസ്ഹ, ആ തയ്യിനെ നിങ്ങൾ നട്ടോളൂ. എന്തിനാ പിന്നെ ഇത് നടുന്നത്? ആർക്ക് വേണ്ടിയാണ്? ലോകം അവസാനിക്കുകയല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല എന്ന ഒരു മെസ്സേജാണ്. എന്ന് പറഞ്ഞാൽ, ഒരു നിമിഷം ഈ ദുനിയാവിൽ നിങ്ങൾക്ക് കിട്ടുകയാണ് എങ്കിൽ അപ്പോഴും ഒരു സുഹൃതം, ഒരു പുണ്യം നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ കഴിഞ്ഞാൽ അത് നമ്മളൊരു ഭൂമിയോട് ചെയ്യുന്ന ഒരു കാര്യമാണെന്നാണ് റസൂല് പറഞ്ഞു. മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഔ യസ്രിഉ സറഅൻ, ഒരു വിശ്വാസി അയാൾ ഒരു തൈ നട്ടാൽ, എന്തെങ്കിലും ഒരു കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ, ഫയഅകുലു മിൻഹു ത്വയ്റുൻ ഔ ഇൻസാനുൻ ഔ ബഹീമ, അതിൽ നിന്ന് മനുഷ്യൻ ഭക്ഷിക്കട്ടെ, അതേപോലെ തന്നെ പക്ഷിപറവകൾ ഭക്ഷിക്കട്ടെ, ജന്തുജീവജാലങ്ങൾ ഭക്ഷിക്കട്ടെ. അങ്ങനെയൊക്കെ ഭക്ഷിച്ചാൽ മനുഷ്യൻ തിന്നുന്നതിനും അതേപോലെ തന്നെ ഈ പക്ഷിപറവാദികൾ ഭക്ഷിക്കുന്നതിനുമൊക്കെ തന്നെ അവന് അത് ഒരു സ്വതക്കയായി തീരുമെന്നാണ്. കാന ലഹു ബിഹി സ്വതക്ക, അത് അവന്റെ ഒരു ധർമ്മം അവൻ നിർവഹിച്ചു, അങ്ങനെയുള്ള ഒരു പുണ്യം, അതൊരു അമലു സാലിഹാത്താണ്. നോക്കൂ നിങ്ങൾ, ഈ ജൂൺ മാസം മഴ കിട്ടുന്ന, നമ്മൾക്ക് കൃഷി ഇറക്കാൻ കഴിയുന്ന, അങ്ങനെ പലതും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പരിസ്ഥിതി ദിനം നമ്മൾ ആഘോഷിച്ചു പോയാൽ പോരാ. ഈ ഓർമ്മപ്പെടുത്തലുകൾ ഈ വിശ്വാസത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ ഒരു തൈ നടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ വീടിന്റെ പരിസരങ്ങൾ അത് പ്രകൃതി രമണീയമാക്കാൻ, ഹരിതാപമാക്കാൻ, നമുക്കും നമ്മുടെ മക്കൾക്കൊക്കെ തിന്നാനും അതേപോലെ തന്നെ ഭക്ഷിക്കാനുമുള്ള വിഭവങ്ങൾ വീട്ടുമുറ്റങ്ങളിൽ നിന്ന് തന്നെ കിട്ടുക എന്നുള്ളത് മതപരമായി ഒരു വിശ്വാസി ചെയ്യേണ്ട ബാധ്യതയും കർമ്മവും ഒരു പുണ്യകർമ്മം, അമലു സാലിഹാത്താണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണ്ട്. അല്ല, അമാലു സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ ഓരോ കാലത്തും ഓരോ സമയത്തും എന്തൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ടത് അതൊക്കെ കൃത്യമായി ചെയ്തുകൊണ്ട് നമ്മുടെ കടമകൾ പൂർത്തീകരിക്കുക എന്നത് കൂടിയാണ്. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിർവഹിച്ചത്. വ ഇബ്രാഹിം അല്ലദീ വഫ. ഇന്നിപ്പോ ജൂൺ 7-ാം തീയതിയാണ്. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായി ഇന്ന് ലോകത്തിലെ ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരായ നമ്മെ നമ്മുടെ ഭക്ഷണത്തിന്റെ സുരക്ഷിതത്വത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഓർക്കാനും പറയാനുമുണ്ട്. എല്ലാ പ്രവാചകന്മാരോടുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയ കാര്യം എന്താണെന്നോ? യാ അയ്യുഹർ റുസുൽ, അല്ലയോ ദൈവദൂതന്മാരെ, പ്രവാചകരെ, കുലൂ മിൻ ത്വയ്യിബാതി, കുലൂ മിനത് ത്വയ്യിബാത്, ഏറ്റവും നല്ല വിഭവങ്ങളായിരിക്കണം നിങ്ങൾ തിന്നേണ്ടത്. വഅമലു സ്വാലിഹ, എന്നിട്ട് നിങ്ങൾ സുകൃതം ചെയ്യണം. ഇന്നി ബിമാ തഅമലൂന അലീം, നിശ്ചയമായി ഞാൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായി അറിയുന്നവനാണ് എന്നാണ്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, എന്ത് കുടിക്കണം, അവൻ എന്ത് കുടിക്കാൻ പാടില്ല, എങ്ങനെ കഴിക്കണം എന്നത്, എത്ര അളവിൽ കഴിക്കണം എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ. നോക്കൂ നിങ്ങൾ, ഒന്നും വിട്ടുപോകാതെ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിലൂടെ, പ്രവാചക ജീവിതത്തിലൂടെ നമുക്കിത് കാണാൻ കഴിയും. ഇതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കുക എന്നുള്ളത് മിനൽ അഅ്മാലി സ്വാലിഹാത്ത്, നമ്മൾ ചെയ്യുന്ന സുകൃതങ്ങളിൽപ്പെട്ടതാണ്, കൂലി കിട്ടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് റസൂൽ നമ്മെ ഉണർത്തിയിട്ടുള്ളത്. ഖുർആൻ പറയുന്നുണ്ട്, വക്കുലു വശ്റബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നുക, കുടിക്കുക, പക്ഷേ ഒന്നും അമിതമാകാൻ പാടില്ല. ഇസ്റാഫ് ഒരു കാര്യത്തിലും പാടില്ല. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ഇങ്ങനെ ഈ തീറ്റയിലും കുടിയിലും ഒക്കെ അതിരിവിടുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ അധികവും എന്തുകൊണ്ടാണെന്ന് പരിശോധിച്ചാൽ അത് നമ്മുടെ ആമാശയത്തെ നിയന്ത്രിച്ചാൽ പരിഹരിക്കാവുന്ന
പ്രശ്നമാണിതെല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് നല്ല രീതിയിലുള്ളതാകണം, അത് ഹൈജീനിക് ആകണം, അത് ഓർഗാനിക് ആകണം, അത് വിഷം കലരാത്തതാകണം. ഈ കാര്യത്തിലൊക്കെയുള്ള ശ്രദ്ധ നമ്മുടെ വിശ്വാസത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും ഭാഗമായി നമ്മൾ വെച്ചു പുലർത്തണം എന്നതുകൂടിയാണ് ഈ സന്ദർഭത്തിലൊക്കെ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഓർത്തതുപോലെ വ ഇബ്രാഹിം അല്ലദീ വഫാ, തൻ്റെ കടമകളെല്ലാം പരിപൂർണമായി നിർവഹിച്ച ഒരു പ്രവാചകന്റെ അദ്ദേഹത്തിൻ്റെ സംഭവ ബഹുലമായ ഈ ജീവചരിത്ര സ്മരണകൾ ഓർക്കുന്ന ഈ വേളകൾ, സഹോദരങ്ങളെ, നമ്മൾ പരമാവധി നമ്മുടെ ഓരോ സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് നിർവഹിക്കേണ്ട ഓരോ കടമകളും കൃത്യമായി നിർവഹിക്കാൻ ഒരുമ്പെടുക, സന്നദ്ധരാവുക. അങ്ങനെയുള്ളവരിൽ അല്ലാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ സന്ദർഭത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളെയാണ് ഈ സന്ദർഭത്തിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എന്നതുകൂടി രക്ഷിതാക്കളായ എല്ലാവരും തങ്ങളുടെ ജീവിതത്തിൽ ചേർത്ത് വെക്കേണ്ട ഒരു സുഹൃതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളുടെ കാര്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മക്കളല്ലാത്ത മറ്റുള്ള നമ്മുടെ മക്കളെയും, അവരും നമ്മുടെ മക്കൾ തന്നെയാണ്. അവരുടെ വിദ്യാഭ്യാസത്തിൽ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ, വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ ഉപരിപഠനത്തിന് വേണ്ട ഗൈഡൻസ്, അതേപോലെ തന്നെ സാമ്പത്തികമായ സഹായം, അങ്ങനെയുള്ള പലതും ഈ സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാനാകും. അതൊക്കെ നമ്മൾ ചെയ്യുന്ന സുഹൃതങ്ങളായി മനസ്സിലാക്കി നമ്മുടെ വളർന്നു വരുന്ന തലമുറയുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാനാവും എന്ന കാര്യം പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കണം. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, യാചനയാണ് തങ്ങളുടെ കുലത്തൊഴിലെന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു ഗ്രാമവാസികളെ വിദ്യാഭ്യാസ പ്രവർത്തകരായ 2 ദമ്പതികൾ അവിടെ ചെന്ന് അവരെ ഏറ്റെടുത്ത് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ട് അവിടെ ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരു സംഭവം നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ മനസ്സിലാക്കി കാണും. അറിവ് മനുഷ്യന് ലഭിച്ചാൽ അവൻ ആരാണ് എന്ന തിരിച്ചറിവുണ്ടാവുകയും അപ്പോൾ തൻ്റെ കടമകൾ നിർവഹിക്കാൻ മനുഷ്യർക്ക് കഴിയുകയും ചെയ്യുമെന്നാണ്. അറിവില്ലായ്മയിൽ നിന്നാണ് എല്ലാവിധ അന്ധവിശ്വാസങ്ങൾ ഉണ്ടാകുന്നത്, വൈകൃതങ്ങൾ ഉണ്ടാകുന്നത്, തെറ്റുകൾ വ്യാപിക്കുന്നത്. അറിവില്ലായ്മക്കെതിരിൽ പടപൊരുതുക എന്നതായിരിക്കണം ഈ സന്ദർഭത്തിൽ നമ്മുടെ ഏറ്റവും വലിയ കർത്തവ്യം. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഒരു ശുപാർശ കൊണ്ടോ, നമ്മുടെ ഒരു കത്തുകൊണ്ടോ, നമ്മുടെ ഒരു ഫോൺ വിളി കൊണ്ടോ, നമ്മുടെ കൂട്ടത്തിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രയാസമനുഭവിക്കുന്ന നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാനായാൽ ചിലപ്പോൾ അവർ പഠിച്ചു വളർന്ന് ഒരു കുടുംബം രക്ഷപ്പെടും. അങ്ങനെയുള്ള എത്ര ആളുകളുണ്ട്, അതിൽ സന്തോഷിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ ഈ സന്ദർഭത്തിൽ കഴിയുന്ന അഅ്മാലു സ്വാലിഹാത്തുകൾ. സന്ദർഭത്തിനനുസരിച്ചുയർന്ന് നമ്മുടെ ദൗത്യം നിർവഹിക്കാൻ നമുക്ക് കഴിയട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം, ബലിപെരുന്നാളാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത്. ബലികർമ്മത്തെ പരിഹസിക്കുന്നവരും അതിനെ പുച്ഛിച്ചു തള്ളുന്നവരും ഇകഴ്ത്തുന്നവരും ഒക്കെ ഈ കാലഘട്ടത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ഈ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ ബലിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറു സ്മല്ലാഹി അലാ മാ റസഖകും മിൻ ബഹീമത്തിൽ അൻആം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഓരോ സമുദായത്തിനും അള്ളാഹു ചില ആരാധനാകർമ്മങ്ങൾ, ബലികർമ്മങ്ങൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവർക്ക് നൽകിയിട്ടുള്ള ബലിമൃഗങ്ങളെ അറുത്തുകൊണ്ട് അവർ അതിൽ നിന്ന് ഉപകാരമെടുക്കാൻ വേണ്ടിയാണത്. ഫഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യനാണ്. ഫലഹു വസ്ലിമു, അതുകൊണ്ട് അവനെ നിങ്ങൾ കീഴ്പ്പെടണം. വബശ്ശിരിൽ മുഖ്ബിതീൻ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവന് വിനയപ്പെടുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക. ഇത് അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയാണ്. ആദ്യകാലം മുതലേ മനുഷ്യൻ അനുഷ്ഠിച്ചു വരുന്ന ഒരു ആരാധനാകർമ്മം കൂടിയാണത്. വൽ ബുദ്ന ജഅൽനാ ലക്കും മിൻ ശആഇരില്ലാഹ്, ബലിയൊട്ടകങ്ങളെ നാം നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാക്കി നിശ്ചയിച്ചു വച്ചിരിക്കുന്നു. വലക്കും ഫീഹാ ഖൈർ, ഈ ബലിമൃഗങ്ങളിൽ, ബലിയൊട്ടകങ്ങളിൽ നിങ്ങൾക്ക് ധാരാളം നന്മകളുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. ബലി അറുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ച് നിശ്ചയിച്ചിട്ടുള്ള ഒട്ടകപ്പുറത്ത് നിങ്ങൾക്ക് സവാരി ചെയ്യാം. ആ ഭൗതികമായ ആ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാമെന്ന പോലെ തന്നെ ആത്മീയമായ ഗുണം അവയെ ബലിയറുക്കുന്നതിലൂടെ, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി നിങ്ങൾ ബലിയറുക്കുന്നതിലൂടെയുണ്ട് എന്നാണ്. കാരണം അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയർപ്പിക്കപ്പെടുന്ന ഒരു സമ്പ്രദായം ആദ്യകാലങ്ങളിലേ ഉണ്ടായിട്ടുണ്ട്. ബലി എന്നുള്ളത് ഒരു ആരാധനയാണ്. ഈ ആരാധന അള്ളാഹുവിന് വേണ്ടി മാത്രം സമർപ്പിക്കപ്പെടേണ്ടതാണ്. അള്ളാഹു അല്ലാത്ത സൃഷ്ടികൾക്കും മരിച്ചുപോയ മഹാത്മാക്കൾക്കും ഇതുപോലെയുള്ള ഇലാഹുകൾക്കും അത് സമർപ്പിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ ഈ ബലിയെക്കുറിച്ച് പറയുമ്പോൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ കഅബക്ക് ചുറ്റും, കഅബക്കുള്ളിൽ ഉണ്ടായിരുന്ന 360 വിഗ്രഹങ്ങൾക്കും അവരുടെ പേരിൽ ബലി അർപ്പിക്കാൻ വേണ്ടി 360 നുസുബുകൾ, ബലിക്കല്ലുകൾ കഅബയുടെ പരിസരങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ്. ഇതൊക്കെ മറ്റുള്ളവർക്ക് സമർപ്പിക്കുന്നതിൽ നിന്ന് അള്ളാഹുലേക്കാണ് അത് സമർപ്പിക്കേണ്ടത് എന്ന പാഠമാണ് ഇസ്ലാം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയറുക്കുന്ന ആളുകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ്. നമുക്കറിയാം, മരിച്ചുപോയ ബദരീങ്ങൾക്ക് വേണ്ടി, മഹാത്മാക്കൾക്ക് വേണ്ടി, അതേപോലെ തന്നെ ശൈഖന്മാർക്ക് വേണ്ടി, അവർക്ക് വേണ്ടിയൊക്കെ അർപ്പിക്കപ്പെടുക എന്നുള്ളത് ഇസ്ലാമിൽ നിന്ന് അകന്നു പോകുന്ന കാര്യമാണ്. അള്ളാഹുവിന് സമർപ്പിക്കേണ്ട ഈ ഇബാദത്ത് മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കലാണ് അത് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. നമ്മൾ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു പുണ്യകർമ്മവും ഇബാദത്തുമാണ് ബലി. അതിനൊരുങ്ങാനുള്ള അവസരം കൂടിയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ജാഹിലിയ കാലത്ത് അറബികൾ ഒട്ടകങ്ങളെ അറുത്തുകൊണ്ട് അതിൻ്റെ രക്തം കയ്യിലടിച്ച് ആ രക്തം കഅബയുടെ ചുമരുകളിൽ പതിച്ചിരുന്ന അവസരങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ബലിയറുക്കപ്പെട്ട മൃഗങ്ങളുടെ മാംസം അത് കഷ്ണങ്ങളാക്കി കഅബയുടെ ചുമരുകളിൽ തൂക്കിയിട്ടിരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇതങ്ങോട്ട് പഠിച്ചോനെ എത്താനുള്ളതാണ് എന്ന നിലക്കാണ് അവർ വിചാരിച്ചത്, സാധുക്കൾ. ആ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അവതീർണമാവുകയാണ് ഉണ്ടായത്. നിങ്ങൾ അവിടെ തൂക്കിയിടുന്ന മാംസമാകട്ടെ, നിങ്ങൾ കഅബയിൽ തേച്ച് പിടിപ്പിക്കുന്ന രക്തമാകട്ടെ, അതൊന്നും അല്ലാഹുവിലേക്ക് എത്തുകയില്ല. വലാകിയനാലുഹു തഖ്വാ മിൻകും, നിങ്ങളുടെ ഹൃദയഭക്തിയാകുന്നു, നിങ്ങളുടെ സൂക്ഷ്മതാബോധമാകുന്നു, ധർമ്മനിഷ്ഠയാകുന്നു അള്ളാഹുവിൻ്റെ അരികിലേക്ക് എത്തുക എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ആ സന്ദർഭത്തിലാണ് അവതീർണമായത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയിട്ട് റസൂലിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പ്രാരാബ്ദങ്ങൾ ഉണ്ടായിരുന്നു. പ്രവാചകന്റെ ജീവിത ശൈലി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെ കുറച്ച് ഭക്ഷണം കഴിച്ച, പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ലാത്ത പ്രവാചകൻ മദീനയിലെത്തി അവിടെ 10 വർഷം ജീവിച്ച കഥ വിശദീകരിക്കുന്നുണ്ട്. കാമൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീന 10 സിനീൻ യുലഹി. നബി മദീനയിലെത്തി ജീവിച്ച 10 വർഷവും അവിടുന്ന് ഉദ്ഹിയത്ത് അറുത്തിട്ടുണ്ട്, ബലി അറുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഫമൻ ഫഅല ഫഖദ് അസാബ സുന്നതന. ഇങ്ങനെ ഈ ബലികർമ്മം വല്ലവനും നിർവഹിക്കുകയാണെങ്കിൽ അവൻ നമ്മുടെ സുന്നത്തിനെ കൈവരിച്ചിട്ടുണ്ട് എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
നമ്മെ ഉണർത്തിയത്. അതുകൊണ്ട് ആവുന്ന ആളുകൾ, സാമ്പത്തികമായി കഴിവുള്ളവരെല്ലാം തന്നെ ബലിമൃഗത്തെ വാങ്ങി അറുക്കുക എന്നുള്ളത് വളരെ പ്രബലമായ ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ്. പലപ്പോഴും നമ്മൾ അധികം ജീവിതത്തിൽ ഓതുന്ന ആയത്ത് ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എടുത്തു പറയാവുന്ന ആയത്ത് ഫസ്വല്ലി ലിറബ്ബിക വൻഹർ എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഫസ്വല്ലി ലിറബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കുക. പലപ്പോഴും നമ്മുടെ നമസ്കാരത്തിൽ കടന്നു വരുന്ന ആയത്തതാകാം വൻഹർ, നീ നിന്റെ റബ്ബിന് വേണ്ടി ബലികർമ്മം നിർവഹിക്കുക എന്നുള്ളതുമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഈ രണ്ട് കാര്യവും കൃത്യമായി നിർവഹിച്ചത് നമുക്ക് കാണാൻ കഴിയും. സൗകര്യത്തിന് വേണ്ടി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ബലിമൃഗത്തിൽ 7 ആളുകൾക്ക് വേണ്ടി അതിൽ പങ്കാളികളാകാമെന്ന് പറയുകയുണ്ടായി. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, നഹറനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമൽ ഹുദൈബിയ, ഹുദൈബിയുടെ വർഷത്തിൽ പ്രവാചകന്റെ കൂടെ ഞങ്ങൾ ബലിയറുത്തു. അൽ ബുദിനത അല അൻസബഅ, ഒരൊട്ടകത്തിന് ഞങ്ങൾ 7 പേർ പങ്കുചേർന്നുകൊണ്ട്. വൽ ബഖറ അൻസബഅ, അതുപോലെ തന്നെ മാടുകളാണെങ്കിൽ ഞങ്ങൾ 7 പേർ പങ്കുചേർന്നുകൊണ്ട് എന്നാണ്. 7 പേർക്ക് വരെ പങ്കാളികളായിക്കൊണ്ട്, 1 മുതൽ 7 വരെ ആളുകൾ പങ്കാളികളായിക്കൊണ്ടത് നിർവഹിക്കാമെന്ന് പറഞ്ഞാൽ അത്ര മറ്റുള്ളവർക്ക് പുണ്യങ്ങൾ ചെയ്യാനുള്ള അവസരമൊരുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ ചെയ്തത്. ഒട്ടകമാണെങ്കിൽ 5 വയസ്സ് പൂർത്തിയായ മൃഗമായിരിക്കണം, മാടാണെങ്കിൽ അതിന് 2 വയസ്സ് പൂർത്തിയാകണം, ആടാണെങ്കിൽ അതിന് 1 വയസ്സ് പൂർത്തിയാകണം. ഇതൊക്കെ പ്രവാചകൻ ആ വിഷയത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ നമ്മളാവുന്നത്ര നമ്മുടെ സമ്പത്ത് കൊണ്ട്, നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട്, ദിക്റുകൾ കൊണ്ട്, നമ്മുടെ സുഹൃതങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും പറ്റിപ്പോകുന്ന തെറ്റുകൾ നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരേണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾ, ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത രോഗികളെമ്പാടുമുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നും പുറം നാടുകളിൽ നിന്നുമൊക്കെ വിളിച്ചു പറഞ്ഞവർ, റഹ്മാനെ, അവരുടെയൊക്കെ രോഗത്തിന് പരിപൂർണ ശിഫയും ശമനവും സൗഖ്യവും നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.